नमस्ते, आप सभी का हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദി വ്യാകരണത്തിലെ ലിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. हिंदी व्याकरण में नाम के जिस रूप में पुरुष या स्त्री जाति का बोध होता है उसे लिंग कहा जाता है. അതായത് സംജ്ഞയുടെ നാമങ്ങളുടെ ഏത് രൂപത്തിൽ നിന്നാണ് നമുക്ക് പുരുഷജാതി അല്ലെങ്കിൽ സ്ത്രീജാതിയുടെ ബോധം ഉളവാകുന്നത്, അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സംജ്ഞ തന്നാൽ അതിൻ്റെ ഏത് രൂപത്തിൽ നിന്നാണോ അത് സ്ത്രീലിംഗമാണ് അല്ലെങ്കിൽ പുല്ലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അതിനെയാണ് നമ്മൾ ലിംഗം എന്ന് പറയുന്നത്, അല്ലേ? ഒരു വാക്കിൻ്റെ ആ ജാതിയുടെ ബോധം ഉളവാകുന്നതിനാണ് നമ്മൾ ലിംഗമെന്ന് പറയുക. ഒരു വേർഡ് ഫോർ എക്സാമ്പിളായിട്ട് പിത എന്ന് പറയുമ്പോൾ അതെന്താണ്? ആണാണോ പെണ്ണാണോ? പിത ആണാണോ പെണ്ണാണോ? ഇത് ആണാണ്, അല്ലേ? ആൺജാതിയുടെ ബോധമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പുല്ലിംഗമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ലിംഗമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജാതി स्त्री या पुरुष जाति का बोध होता है उसे लिंग कहा जाता है. क्लियर? हिंदी व्याकरण में लिंग दो प्रकार के होते हैं, पुल्लिंग और स्त्रीलिंग. അപ്പോൾ ഹിന്ദി വ്യാകരണത്തിൽ രണ്ട് ലിംഗമാണുള്ളത്, പുല്ലിംഗോ സ്ത്രീലിംഗോ. പക്ഷേ സംസ്കൃതത്തിൽ 3 ലിംഗങ്ങളുണ്ട്. പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്, നപുംസക ലിംഗമുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പുല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? जिन शब्दों से पुरुष जाति का बोध होता है उन्हें पुल्लिंग शब्द कहते हैं. പുരുഷ ജാതിയുടെ ബോധം ഉളവാകുന്ന വാക്കുകളെ നമ്മൾ പുല്ലിംഗ ശബ്ദം എന്ന് പറയും. എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിത, ഭായ്, ശിവ്, ഹനുമാൻ, ലഡ്ക, ബൈൽ. അതേപോലെ നമുക്ക് ഒരുപാട് പറയാം, ചാച്ച, ദാദ. ഇതൊക്കെ എന്താണ്? പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതേപോലെ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിൻ ശബ്ദം സെ സ്ത്രീ ജാതി കാ ബോധ ഹോത്താ ഹെ ഉन्हें സ്ത്രീലിംഗ ശബ്ദ कहते हैं. അല്ലേ? പുല്ലിംഗത്തിന് നേരെ ഉൾട്ടയാണ്. സ്ത്രീലിംഗ എന്ന് പറഞ്ഞാൽ സ്ത്രീജാതിയുടെ ബോധമുളവാകുന്ന വാക്കുകളെയാണ് നമ്മൾ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാതാ, ബഹൻ, യമുന, ഗംഗ, ബുവ, ലഡ്കി, ലക്ഷ്മി, ഗായ്. പിന്നെന്തൊക്കെ പറയാം? നാനി, ദാദി, ചാച്ചി. ഇതൊക്കെ നമുക്ക് പറയാം, അല്ലേ? അതിൽ നിന്നൊക്കെ നമുക്ക് സ്ത്രീജാതിയുടെ ബോധമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്ത്രീലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ലിംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടി വരുന്നത് സ്ത്രീലിംഗം, പുല്ലിംഗം. എന്താണ് സ്ത്രീലിംഗം എന്ന് ചോദിച്ചാൽ സ്ത്രീജാതിയുടെ ബോധം ഉളവാകുന്ന വാക്കുകൾ. പുല്ലിംഗം പുരുഷജാതിയുടെ ബോധം ഉളവാകുന്ന വാക്കുകളെയാണ് പുല്ലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പുല്ലിംഗ ശബ്ദങ്ങൾ നമ്മൾ പഠിക്കണം. പുല്ലിംഗ ശബ്ദങ്ങളും സ്ത്രീലിംഗ ശബ്ദങ്ങളും പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ദഹി, ഘീ, മോത്തി, ഹാത്തി, ദൂധ്, മഠ, മഖൻ, പാനി, ഷർബത്ത്. പിന്നെ അതുപോലെ എന്തൊക്കെ പറയാം? ചന്ദൻ, പത്ത, ദേശ്, നഗർ, ദ്വീപ്, അദരക്. പിന്നെ മസാല പറയാം. അതേപോലെ എന്തൊക്കെ പറയാം? ദുൽഹ. ദുൽഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കല്യാണച്ചക്കന് പറയാം ദുൽഹ. ദുൽഹ, ദുൽഹിൻ. ദുൽഹ എന്ന് പറഞ്ഞാൽ കല്യാണച്ചക്കൻ. അതേപോലെ യാചക്, മൂർഖ്, തൽവ, പിലാബ്, വിദ്വാൻ. ഇവയൊക്കെ എന്താണ്? പുല്ലിംഗ ശബ്ദത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. പിന്നെ സ്ത്രീലിംഗ ശബ്ദത്തിന് ഉദാഹരണങ്ങളാണ് വായു, നദി, റോട്ടി, ചായ്, സ്യാഹി, ഷറാബ്, കഹാനി, ശോഭ, ഗംഗ, ഇലായച്ചി, ചപ്പാത്തി. പിന്നെ എന്തൊക്കെ പറയാം? തിഥി പറയാം, ആശ പറയാം, സേന പറയാം, ഭാഷ, ഗരിമ, സഭ, ഛീൽ, പ്യാസ്. പിന്നെ യോഗ്യത പറയാം, സൻസദ് പറയാം, കിതാബ് പറയാം, അതേപോലെ രാത്ത് പറയാം. അങ്ങനെ കുറച്ച് വാക്കുകൾ സ്ത്രീലിംഗ ശബ്ദത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്ത്രീലിംഗ ശബ്ദങ്ങളും പുല്ലിംഗ ശബ്ദങ്ങളും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് അതിനൊരു ട്രിക്കുണ്ട്. കുറച്ച് വേർഡ്സും പിന്നെ അതിൽ എക്സെപ്ഷനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നിങ്ങൾ എന്താണ് ലിംഗം, സ്ത്രീലിംഗം എന്താണ്, പുല്ലിംഗം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നിങ്ങളൊന്ന്
ജസ്റ്റ് നോക്കി വെക്കുക. ഇതിൻ്റെ പഹചാൻ, അതായത് പുല്ലിംഗ ശബ്ദത്തിനെയും സ്ത്രീലിംഗ ശബ്ദത്തിനെയും പഹചാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ധന്യവാദം.